ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിന് പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുറച്ച് മികച്ച അഭിനേതാക്കളെ അണിനിരത്തിക്കൊണ്ട് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള വാഴ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യത്തേത്, ചിത്രത്തിന്റെ ടൈറ്റിലിൽ ആ വാഴ എന്ന പേരിനെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വാഴയുടെ കൂമ്പിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണാം. 2. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഇവർ കൃഷി ചെയ്യുന്ന ആ വാഴത്തോട്ടത്തിലൂടെ ഇവർ സൈക്കിളിലെല്ലാം ചുറ്റിക്കറങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി നാടുവാഴികൾ എന്ന മോഹൻലാൽ ചിത്രത്തിലെ രാവിൻ പൂന്തേൻ തേടി എന്നുള്ള പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. സോ ആ ചിത്രത്തിൽ ഇതുപോലെ നായകനും കൂട്ടുകാരും നഗരത്തിലൂടെ സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. സോ അതുപോലൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ ചിത്രത്തിലും പെർഫെക്റ്റായി ആ പാട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിലെ നായകന്മാരെല്ലാം മോഹൻലാലിന്റെ കടുത്ത ആരാധകരാണെന്ന് ചില സീനുകളിലൂടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇതുകൊണ്ടുകൂടിയാകാം ഈ ഒരു സിറ്റുവേഷനുമായി ആപ്റ്റ് ആകുന്നതിനായി മോഹൻലാലിന്റെ ചിത്രത്തിലെ ഒരു പാട്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. അതിനുശേഷം കോട്ടയം നസീറിന്റെയും ജോബിയുടെയും ക്യാരക്ടറുകളെ കാണിക്കുകയും ഇവർ രണ്ടുപേർക്കും ഒരുപോലെയാണ് കുട്ടികൾ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപോലെ സാധനങ്ങൾ വാങ്ങാനായി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം ജോബി ജൂനിയർ ഹോർലിക്സിന്റെ കാര്യം പറയുമ്പോൾ കോട്ടയം നസീർ അത് ആദ്യമായി കേട്ടതുപോലെ അങ്ങനെയെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുകയും ജോബി പിന്നെ അതല്ലേ വളരെ നല്ലത് എന്നെല്ലാം പറയുന്നുമുണ്ട്. സോ ഈ ഒരു ഡയലോഗുകളിലൂടെ തന്നെ ഈ രണ്ട് ക്യാരക്ടറുകളുടെയും ജീവിത രീതി അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ശേഷിയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സീനുകളിൽ കോട്ടയം നസീറിനെ ഒരു വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളതല്ല, ഒരു നോർമൽ കുടുംബത്തിലുള്ള ആളായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ അവസാനം കോട്ടയം നസീർ പറയുന്നുണ്ട് തന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് തനിക്കൊരു നല്ല ജോലിയെല്ലാം കിട്ടിയതെന്ന്. സോ ഈ സമയത്ത് കോട്ടയം നസീർ അത്ര മെച്ചമായിട്ടുള്ള ഒരു ജീവിത രീതിയെല്ലാം നയിക്കുന്നതെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതേസമയം ജോബിയുടെ ക്യാരക്ടർ ആ സീനുകളിലെല്ലാം തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നുവെന്നും സാമ്പത്തികമായി മെച്ചമുള്ള ആളാണെന്നും കാണിച്ചിട്ടുണ്ട്. സോ കോട്ടയം നസീറിന്റെ ആ കുടുംബം ഹോർലിക്സ്, ബൂസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും മുൻപ് എവിടെയോ ഉപയോഗിച്ചിട്ടില്ലെന്നും എന്നാൽ നോബിയുടെ കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ മുൻപും ഉപയോഗിച്ചിരിക്കാമെന്നും ആ കാര്യങ്ങളിൽ അവർക്ക് അറിവുണ്ടെന്നെല്ലാം ഈ സീനുകളിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഈ ജോബിയുടെ മകനായി വരുന്ന മൂസ എന്ന ക്യാരക്ടർ ഉപയോഗിക്കുന്ന പേന പോലും മറ്റുള്ള രണ്ട് സുഹൃത്തുക്കളും സാധാ പെൻസിലോ സാധാ പേനയുമെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ മാത്രം കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലുള്ള കുറച്ചുകൂടി മോഡലെല്ലാമുള്ള ഒരു പേന ഉപയോഗിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ സമയം മൂസയുടെ അച്ഛൻ ഷാർജയിൽ ജോലി ചെയ്യുകയാണ്, മിഠായി മറ്റും കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഗൾഫിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോറിൻ പേനയാണ് ഇവിടെ മൂസ ഉപയോഗിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇവർ കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ വിഷ്ണു, അജോ എന്നീ ക്യാരക്ടറുകൾ ഡെയ്സി എന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഈ സമയം അവർ ക്യാരംസ് കളിക്കുമ്പോൾ അവിടെ ക്യാരംസ് കോയിനുകൾ ഡി എന്ന പോലെ ഡെയ്സിയുടെ ആദ്യത്തെ ലെറ്റർ പോലെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ രണ്ട് കഥാപാത്രങ്ങളും തങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ VA എന്നീ അക്ഷരങ്ങൾ ഡെയ്സിയുടെ D എന്ന അക്ഷരവുമായി മാച്ച് ചെയ്ത് ഒരു ഭിത്തിയിൽ കൊണ്ട് എഴുതുന്നതായി കാണിക്കുന്നുണ്ട്. സോ ആ സമയം ആ ഭിത്തിയെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ മറ്റു കുറെ കാര്യങ്ങളും എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. അതിൽ ഈ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളായ മൂസ, വിഷ്ണു, അജോ എന്നിവരെ അവതരിപ്പിച്ചിട്ടുള്ള ജോമോൻ, സിജോ സണ്ണി, അമിത് മോഹൻ എന്നിവരുടെ യഥാർത്ഥ പേരുകൾ ആ ചുവരിൽ എഴുതിയിട്ടിരിക്കുന്നതായി കൂടി കാണാം. പിന്നീട് ഇവരെ പോലീസ് പിടിച്ചതിനു ശേഷം വിഷ്ണു കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാനായി ശ്രമിക്കുകയും ആ സമയം ഈ കൂട്ടുകാരെല്ലാം വന്നുകൊണ്ട് വിഷ്ണു അങ്ങനെ ചാടുകയാണെങ്കിൽ വീട്ടുകാർക്കും മറ്റും ഉണ്ടാകുന്ന ചെലവുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയം ഓരോരുത്തരായി വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും തങ്ങൾക്ക് കൂട്ടുകാർക്കുണ്ടാകുന്ന നിരാശകളെ കുറിച്ചും വീട്ടിലുണ്ടാകുന്ന മറ്റ് ചെലവുകളെ കുറിച്ചുമെല്ലാം പറയുമ്പോൾ സിജോ സണ്ണിയുടെ അജോ എന്ന ക്യാരക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ചെലവുകളെ കുറിച്ചാണ്, സ്കാനിങ്ങിനും എക്സ്റേക്കും മറ്റും ഉണ്ടാകുന്ന ചെലവുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് കാരണം ഈ അജോ എന്ന ക്യാരക്ടർ മായയുമായി ചേർന്നുകൊണ്ട് സ്ഥിരമായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. സോ ഇവിടെ വെച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാകാം, സ്ഥിരമായി ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാകാം ഈ ഒരു ക്യാരക്ടർ ഹോസ്പിറ്റലിലെ ചെലവുകളെ കുറിച്ച് ഈ സീനിൽ വിശദീകരിക്കുന്നത്. കോട്ടയം നസീർ തന്റെ മകനെ ഉപദേശിക്കുന്ന സമയം അനിയനായിട്ടുള്ള കഥാപാത്രത്തെ പറ്റി കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അവൻ പണ്ട് മണി ചെയിൻ എന്ന പേരിൽ കുറെ ക്രീമുകളെല്ലാം വാങ്ങിയിരുന്നുവെന്നും പിന്നീട് അതെല്ലാം അവൻ തന്നെ ഉപയോഗിക്കുകയാണെന്നും ഇപ്പോൾ മെത്തയുടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നും ഇനി അതെന്താകുമെന്ന് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അനിയൻ നടത്തുന്ന മെത്ത കൊണ്ട് മാത്രമാണ് വിഷ്ണു എന്ന ക്യാരക്ടർ രക്ഷപ്പെടുന്നതായി കാണിക്കുന്നത്.
ആ മെത്തയുടെ പുറത്തു വന്ന് വീണില്ലായിരുന്നുവെങ്കിൽ വിഷ്ണു മരണപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സീനിന് ശേഷം ഇവൻ മുകളിൽ നിന്ന് വീണ് കിടപ്പിലായതിനു ശേഷം പിന്നീട് കോട്ടയം നസീർ തന്റെ മകനെ അങ്ങനെ വഴക്കൊന്നും പറയുന്നില്ല എന്നും കൂടുതൽ മനസ്സിലാക്കുന്നതായും കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം നസീർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയനും സുഹൃത്തും ആ മെത്ത എടുത്തുകൊണ്ട് പോകുന്ന സമയം കോട്ടയം നസീർ ആ മെത്തയിലേക്ക് നോക്കുന്നതിലൂടെ താൻ ഉപകാരമില്ലെന്ന് കണ്ട മകനെ പോലെ തന്നെ ഉപകാരമില്ലെന്ന് കണ്ടിരുന്ന തന്റെ അനിയനും ഇപ്പോൾ ഉപകാരപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവിനെയും ഹാഷിറിനെയും പിന്നെ മറ്റു പലരെയും ഒരേ സമയം പ്രണയിക്കുന്ന ഋതു എന്ന ക്യാരക്ടർ വിഷ്ണുവിനോട് ഒരു ബുക്ക് തനിക്ക് കൊണ്ടുതരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ബുക്കിന്റെ പേരായി പറയുന്നത് ദി 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്നാണ്. ഇത് ചേതൻ ഭഗത് എഴുതിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. ഇതിലൂടെ 3 കൂട്ടുകാരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരാൾ ബിസിനസ് തുടങ്ങാനായി പോവുകയും മറ്റു 2 പേരും അതിലേക്ക് സഹായിക്കുകയും ആ സമയം അവർക്കുണ്ടാകുന്ന മറ്റ് സാമൂഹിക പ്രശ്നങ്ങളെയും മറ്റും തരണം ചെയ്തുകൊണ്ട് അവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമോ എന്നെല്ലാമാണ് പറയുന്നത്. സോ ഈ ചിത്രത്തിലും ഇതുപോലെ തന്നെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള അലസരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് നടത്തുകയും അതിലവർ വിജയിക്കുമോ ഇല്ലയോ, അതിലൂടെ കുടുംബത്തിലെല്ലാം പ്രശസ്തി നേടിയെടുക്കാൻ കഴിയുമോ എന്നതെല്ലാമാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കഥയുമായി മാച്ച് ആകുന്ന ഒരു നോവൽ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. കൂടാതെ ഈ ഋതു പ്രേമിച്ചു പറ്റിക്കുന്ന അല്ലെങ്കിൽ പ്രേമിക്കുന്നതായി കാണിക്കുന്ന പ്രധാനികളായ 3 പേരെ ഉദ്ദേശിച്ചുകൂടി കൊണ്ടാകാം ദ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്നവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഫ്രെഡിയെ പ്രേമിക്കുന്ന എന്നും പറയുന്നില്ല, എങ്കിലും മറ്റുള്ളവർ അങ്ങനെ കരുതുന്നത് കൊണ്ടും മറ്റുള്ളവരോട് കാണിക്കുന്ന അടുപ്പം തന്നെ ഇയാളോട് കാണിക്കുന്നത് കൊണ്ടുമാണ് അയാളെ കൂടി ഉൾപ്പെടുത്തിയത്. കൂടാതെ ഈ ഒരു ക്യാരക്ടറിന് ഋതു എന്ന പേര് തന്നെ കൊടുത്തത് ഒരു പക്ഷേ ഋതുക്കൾ മാറി മാറി വരുമെന്ന് പറയുന്നത് പോലെ കാമുകന്മാരെ മാറി മാറി ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം. മറ്റൊന്ന്, വിഷ്ണു മുകളിൽ നിന്നും ചാടി ഹോസ്പിറ്റലായതിനു ശേഷം ഹാഷിറിനെയും കൂട്ടരെയും കാണിക്കുമ്പോൾ ഹാഷിർ ഒരു വാച്ച് തടവിക്കൊണ്ട് ആ വാച്ചിലേക്ക് നോക്കി വിഷമിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് സിനിമയിൽ വ്യക്തമായി പറയുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് ഈ ഹാഷിറും വിഷ്ണുവുമെല്ലാം ആദ്യമായി പരിചയപ്പെടുന്നത് ഋതുവിനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നോക്കുമ്പോഴാണ്. ആ സമയം ഹാഷിറിനെ നോക്കുകയാണെങ്കിൽ ഹാഷിറിന്റെ കയ്യിൽ വാച്ചൊന്നുമില്ല എന്ന് നമുക്ക് കാണാം. കൂടാതെ ഇതിനു മുന്നേ തിയേറ്ററിൽ വെച്ച് ഹാഷിറിനെ കാണിക്കുമ്പോഴും ആ സീനുകളിലും ഹാഷിറിന്റെ കയ്യിൽ വാച്ചൊന്നുമില്ല. എന്നാൽ വിഷ്ണു എന്ന ക്യാരക്ടർ മിക്ക സീനുകളിലും വാച്ച് ധരിക്കുന്നതായി കാണിച്ചിട്ടുമുണ്ട്. സോ ഈ ബസ് സ്റ്റോപ്പിൽ വെച്ചുള്ള ഫൈറ്റിന് ശേഷം ഇവരെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് ഒന്നായതിനു ശേഷം പിന്നീട് വിഷ്ണുവും ഹാഷിറും ഒരുമിച്ച് റീതുവിനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ പോലെ തന്നെ ഹാഷിറും വാച്ച് ധരിച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു സീനിൽ ഒരു കടയുടെ മുന്നിലായി ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഹാഷിർ കയ്യിൽ പിടിച്ചിരിക്കുന്നതായും കാണാം. സോ ഇങ്ങനെ വിഷ്ണുവുമായിട്ടെല്ലാം അടുത്തതിന് ശേഷമാണ് ഹാഷിർ ആ ഒരു സ്റ്റൈല് വിഷ്ണുവിനെ പോലെ തന്നെ വാച്ചെല്ലാം ഇടുന്ന സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇതെല്ലാം കൊണ്ടാകാം വിഷ്ണു വീണതിന് ശേഷം ഹാഷിർ ആ വാച്ചിലേക്ക് നോക്കി വിഷമിച്ചിരിക്കുന്നതായി കാണിച്ചത്. ഒരു പക്ഷേ വിഷ്ണു തന്നെ കൊടുത്തിട്ടുള്ള ഒരു വാച്ചാകാം ഇങ്ങനെ ഈ സീനുകളിൽ ഹാഷിർ ഉപയോഗിക്കുന്നതായി കാണിച്ചിരുന്നത്. അടുത്തത്, വിവേകിന് വേണ്ടി ലോൺ എടുക്കാനായി വരുന്ന സമയത്ത് വിവേകിന്റെ അച്ഛനോട് ബാങ്ക് മാനേജർ കാറിന്റെ ലോൺ അടയ്ക്കാത്തത് കൊണ്ട് സിബിൽ സ്കോർ കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനു മുന്നേ ഉള്ള സീനിൽ വിവേകിന്റെ വീട് കാണിക്കുന്ന സമയത്ത് അവിടെ പോർച്ചിലായി അങ്ങനെ ഒരു കാർ ഒന്നും കിടക്കുന്നില്ല എന്നും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ അടയ്ക്കാത്തത് കൊണ്ട് മിക്കവാറും ഈ കാർ CC കാർ കൊണ്ടുപോയിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമാക്കുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെല്ലാം വിളിച്ചു കൊണ്ടുവരാനായി പോകുമ്പോൾ മറ്റുള്ളവരുടെ അച്ഛന്മാരെല്ലാം സ്വന്തം ബൈക്കുകളും കാറുമായി വരുമ്പോൾ വിവേകിന്റെ അച്ഛൻ മാത്രം ഒരു ഓട്ടോ ടാക്സി വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സിനിമയുടെ അവസാന ഭാഗങ്ങളിലോട്ട് എത്തുന്ന സമയത്ത് ഇവരെല്ലാം കുറച്ചുകൂടി പ്രായമായിട്ടുണ്ട്. BC വിശ്വ എന്ന ക്യാരക്ടറിന് കുട്ടികളായി എന്നെല്ലാം കാണിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം കുറെ ചാറ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റായി കാണിക്കുന്നുണ്ട്. സോ ഈ സമയം ഫേസ്ബുക്ക് അത്രയും ഫേമസ് ആയിരുന്നു എന്ന രീതിയിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം വരുന്ന ഒരു സീനിൽ മൂസ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ട്രെൻഡായി നിൽക്കുന്ന ഫേസ്ബുക്കിന്റെ രീതിയിലുള്ള ഒരു ലോക്കറ്റ് ആണെന്ന് കാണാം. ഇതുപോലെ തന്നെ ഇവരെല്ലാം ധരിക്കുന്ന ഡ്രസ്സുകളിലൂടെയും പല കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് മായ എന്ന ക്യാരക്ടർ മിക്കപ്പോഴും ഇടുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. സോ ആ ഒരു ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡിനെ തന്നെയാണ് ഈ ഒരു ടീഷർട്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ മായയുമായി അജോ പ്രണയത്തിലാകുന്ന സമയത്ത് അവർ തമ്മിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അജോ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലായി പാഷൻ എന്ന് കൊടുത്തിരിക്കുന്നതായും കാണാം. മറ്റൊരു ഭാഗത്ത് ലൈഫ് എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ചു കഴിയുന്ന മൂസ എന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ എൻജോയ് ലൈഫ് എന്ന ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ ഈ സീനിൽ സുഹൃത്തുക്കളുമായിരിക്കുമ്പോൾ മൂസ ഇടുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് എഴുതിയ ടീഷർട്ടും. പിന്നീട് സിനിമയുടെ ഏറ്റവും ഒടുവിൽ ഇവരെല്ലാം കൃഷിയെല്ലാം ചെയ്ത് നല്ല രീതിയിലേക്ക് വരുന്ന സമയത്ത് ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കെല്ലാം എത്തുന്ന സമയത്ത് അജയ് ഇട്ടിരിക്കുന്ന ടീഷർട്ടിലായി ഹോപ്പ് എന്നുകൂടി കൊടുത്തിരിക്കുന്നതായി കാണാം.
അവസാനത്തേത് മായ എന്ന ക്യാരക്ടർ ആദ്യമെല്ലാം ആണുങ്ങളെപ്പോലെ വേഷം ധരിച്ചിരിക്കുന്നതായും അവരെപ്പോലെ ജോലികളെല്ലാം ചെയ്യണം, കഠിനമായ ജോലികളെല്ലാം ചെയ്യണമെന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ അച്ഛൻ മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും അവസാന സീനുകളിൽ മായയെ വീണ്ടും കാണിക്കുമ്പോൾ അവൾ പഴയ വേഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളെ പോലെ തന്നെ വേഷം ധരിച്ചിരിക്കുന്നതായും മുടി കുറച്ചുകൂടി നീട്ടി പെൺകുട്ടികളെ പോലെ വളർത്തിയിരിക്കുന്നതായും കാണാം. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.